അതൊക്കെ നമ്മുടെ റൈറ്റ് സൈഡിലാണ് എനിക്ക് തോന്നിയത്. ഇങ്ങോട്ട് വരുവാണെങ്കിൽ നമുക്ക് കാണാമായിരുന്നു, പക്ഷെ അങ്ങോട്ട് പോയാൽ രണ്ട് സൈഡിലും ഉണ്ട്. ഉണ്ടോ? തിരിച്ചു വരുമ്പോൾ ശരിക്കും കിട്ടും അത് തിരിച്ചുള്ള റൂട്ടിൽ. കാഴ്ചകൾക്ക് റോഡ് ചിലർക്ക് ബമ്പി പോലെ കാണും, അതുപോലെ കാണിക്കുന്നത് അങ്ങോട്ടാണ് ചില സ്ഥലം. ഇപ്പം നല്ല ഭംഗിയുണ്ട് നോക്ക് കാണാൻ. എത്ര ലോങ്ങിൽ നമുക്ക് റോഡ് കാണാവുന്ന അങ്ങ് വരെ പോകുന്ന വണ്ടികൾ നമുക്ക് ഇതിനകത്ത് വ്യക്തമായിട്ട് കാണാം. വെള്ളം കയറി കിടക്കുകയാണ് ഈ ഭാഗമല്ല. നല്ല മരങ്ങളാണ് കേട്ടോ, മരങ്ങളുടെ ഇടയ്ക്കൂടാണ് വെള്ളം കയറി കിടക്കുന്നത്. സുട്ടകാട്ടി. സക്സസ്ഫുള്ളി ഞങ്ങൾ മുംബൈ എത്തും. ഇപ്പൊ ഞങ്ങള് പൂനെ ബംഗളൂരു ഹൈവേയിലാണ്. ഇവിടെ ഞങ്ങൾ ദൂരിലാണ് വരുന്നത്. പേടിക്കണ്ട, സ്പീഡിന്റെ മാക്സിമം സ്പീഡ് ലിമിറ്റ് 100 അങ്ങനെ പിടിച്ചിട്ടില്ല. ഓൾ ഓക്കെ, സ്പീഡിൽ പോകുന്നു. 7 മണിക്ക് നമ്മൾ ഇറങ്ങി. 7 മണിക്ക് ഞങ്ങൾ ഇറങ്ങി. 5 മണിക്ക് നമ്മൾ എറണാറ്റു ശിവ ഹോട്ടലിൽ ഞങ്ങള് ഇന്നലെ രാത്രിയിൽ കിടന്നുറങ്ങി. രാവിലത്തെ ചായയും കുടിച്ച് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ എല്ലാവരും വിശ്വസിക്കുന്നത്, അതായത് ഇന്ന് രാത്രിയിൽ എങ്കിലും അങ്ങ് മുംബൈ എത്തും. അങ്ങനെ വിജയകരമായ 3-ാം ദിവസം നമ്മുടെ മുംബൈ യാത്രയുടെ. അതെ, 3-ാം ദിവസം ബാംഗ്ലൂർ പൂനെ ഹൈവേയിലൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. നമ്മള് ശിവ ഹോട്ടലിലാണ് നമ്മൾ. അതെ, ഇന്നലെ ഞങ്ങൾ സ്റ്റേ ചെയ്ത ഹോട്ടലിൻ്റെ ഒരു അകത്തെ റൂമും ചുമ്മാ ഒരു വീഡിയോ ഇട്ടുന്നേ ഉള്ളൂ. ഇൻ കേസ് ആർക്കെങ്കിലും അത് ഉപകാരപ്പെടുവാണെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചാണ് നമ്മൾ ഈ വീഡിയോ ഇതിൻ്റെ അകത്തിടുന്നത്. കുഴപ്പമില്ലായിരുന്നു, നല്ല ആവറേജ് നല്ല റൂമാണ്. നമുക്ക് പൈസ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ പൈസയ്ക്ക് പറ്റിയ ഒരു റൂം തന്നെയാണ്. വലിയ കുഴപ്പം തന്നെയൊന്നും ഈ റൂമിൽ ഞങ്ങൾ കണ്ടില്ല. ബാംഗ്ലൂർ പൂനെ ഹൈവേയിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. 6 വരി പാത. ഹുബ്ലി എത്തിയിട്ടില്ല, ഹുബ്ലിക്ക് മുമ്പുള്ള റൂട്ടാണ്. ഹുബ്ലി നമ്മൾ എത്തിയിട്ടില്ല. എന്ത് സൂപ്പർ വഴിയാന്ന് നോക്കി, നേരെ സ്ട്രെയിറ്റ് അടുത്ത ദൂരം കാണാൻ നോക്കിയേ റോഡ്. പക്ഷേ ഈ റോഡിൽ ഇപ്പം പണി നടന്നുകൊണ്ടിരിക്കുവാണ്. ഹുബ്ലി കഴിഞ്ഞങ്ങോട്ട് പണിയാണെന്നാണ് പറയുന്നത് കേട്ടത്. ഹുബ്ലിക്ക് മുന്നായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്റ്റേ ചെയ്യണമെന്നൊക്കെ തോന്നുവാണെങ്കിൽ വരുന്ന വഴിയിൽ രാത്രിയാകുക, നിങ്ങൾക്ക് സ്റ്റേ ചെയ്യണം എന്ന് തോന്നുവാണെങ്കിൽ താമസിക്കാൻ പറ്റിയൊരു ഹോട്ടലാണ്. നമ്മുടെ ഈ സൈഡിൽ തന്നെ സർവീസ് റോഡിലോട്ട് അല്പം കയറിയാൽ മതി, ശിവ ഹോട്ടൽ. 2500 കറക്റ്റ് സ്ഥലം ഹരിഹർന്നോ അങ്ങനെ കണ്ടാന്ന് തോന്നുന്നു. സൈഡിലത്തെ കൃഷികൾ കണ്ടോ? കൃഷികളാണ് ഇത് കാണുന്നത് മൊത്തം. വാഴയും അത് നെല്ലാണോ അതോ കരിപ്പാണോ കാണുന്നത്? കരിപ്പാണോ തോന്നില്ലയോ? അത് കാണുന്നത് കരിപ്പാണോ തോന്നില്ലയോ? അല്ല, നെല്ലും കരിമ്പും അല്ലെന്ന് തോന്നുന്നു, വേറെ എന്തോ. അത് എല്ലാ പ്രാവശ്യവും ഈ വഴി പോകുന്ന ഉടനെ നമ്മള് നോക്ക് ഇത് ഇറങ്ങി നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചോളമോ അങ്ങനെ എന്തോ ആണ്, ഗോതമ്പാണെന്ന് എനിക്ക്. ചോളമല്ല, ചോളമാണ് ഇങ്ങനെ കൂമ്പ് പോലെ ഇങ്ങനെ നിൽക്കും. നേരെ നേരെ ഇപ്പുറത്തുണ്ട്, അതല്ലയോ? ഇഷ്ടം പോലെ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇറങ്ങി നിന്ന് കാണണം, എന്തുവാന്ന് ചോദിക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതുവരെ ഇറങ്ങി നിന്ന് കണ്ടിട്ടില്ല. കാരണം ഇങ്ങനത്തെ ഒരു ഹൈവേ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നല്ല സ്പീഡിൽ ഓടിച്ചങ്ങ് പോകും, പിന്നെ ഇറങ്ങാൻ ശ്രമിക്കാറില്ല എങ്ങും. ആക്ച്വലി നമ്മൾ വണ്ടിയൊക്കെ ഓടിക്കുവാണെങ്കിൽ ഈ റോഡിലൊക്കെ ഒന്ന് ഓടിച്ച് എടുക്കണം. ആ വണ്ടി ഓടിക്കുന്നതിന്റെ ആ ഒരു എൻജോയ്മെന്റ് കിട്ടണമെന്നുണ്ടെങ്കിലോ. 120 കിലോമീറ്റർ ആണ് ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ്. ഞങ്ങൾ 120ലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആദ്യമായിട്ടാണ് 120 ഞാൻ ഓടിക്കുന്നത്. ഓടിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നുന്നുണ്ട്, നല്ല രസം ഓടിക്കാനും തോന്നും. നമുക്ക് സൈഡിൽ ഇരിക്കുന്നവർക്കും നല്ല എൻജോയ് ചെയ്യാൻ പറ്റും. അതുപോലത്തെ നല്ല പ്രകൃതി ഭംഗിയാണ് ഇവിടെ. ഹുബ്ലി ടു മഹാരാഷ്ട്ര റോഡ് പണിയാണെന്നാ പറയുന്നത് കേട്ടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം എൻജോയ്മെന്റ് ഹുബ്ലിയിൽ അങ്ങോട്ട് കിട്ടുമെന്ന് അറിയത്തില്ല. അതെ അതെ. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ 120 കണ്ടത് ഇവിടെങ്ങും ബോർഡൊന്നും എഴുതിയിട്ടില്ല. നമ്മൾ ഈ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴാണ് ബാംഗ്ലൂർ പൂനെ ഹൈവേ 120 കിലോമീറ്ററും പൂനെ മുംബൈ 100 കിലോമീറ്റർ സ്പീഡ് ലിമിറ്റ് ആയിട്ട് പറയും. ഇതിൻ്റെ അത് ഗൂഗിളിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്നത്.
പക്ഷേ റോഡിൽ അങ്ങനെ എഴുതി വെച്ചിട്ടില്ല കേട്ടോ. പക്ഷെങ്കിൽ 120 എഴുതി വെച്ചാലും നമ്മുടെ സേഫ് നോക്കി ഓടിക്കുക. പിന്നെ ഈ രാവിലെ ആയതുകൊണ്ട് റോഡ് അത്ര തിരക്കില്ല. അതേ അങ്ങനെ ഒരു കാര്യമുണ്ട്. നമ്മൾ കുറച്ചുകൂടെ നേരത്തെ ഇറങ്ങണം വിചാരിച്ചായിരുന്നു, പക്ഷേ നേരത്തെ ഇറങ്ങാൻ പറ്റിയില്ല. ഇന്നലെ സൈഡിലൊക്കെ എന്തോ മാവാണോ, ഈ കൃഷികളുടെ ഇടയ്ക്ക് മാവ് നട്ടിട്ടുണ്ടെന്ന് തോന്നേ. അതാണ്ട് അന്ന് നോക്കിയത്. എന്തോ ഒരു സിറ്റിയിലോട്ട് കയറുവാ നമ്മൾ. രാവിലെ നമ്മുടെ ഹോട്ട് സീറ്റ് ഒരാൾ തന്നെ കേട്ടോ. ആള് മാറിയിട്ടില്ല. ഹോട്ട് സീറ്റ് രാവിലെ ഇടം പിടിച്ചിരിക്കുകയാണ്. സൂപ്പർ റോഡാണ് പറഞ്ഞത്. ഞാൻ ഓടിച്ചോളാൻ പറഞ്ഞാണ് വണ്ടി ഓടിക്കുക. രാവിലെ തകർക്കുകയാണ്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അടിപൊളിയാണ്. തകർത്തുപോയി ഓടിക്കുവാണ്. അതെ അതെ, 120 ഓടിക്കാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒരു പേടിയായിരുന്നു. അയ്യോ 120 എന്ന് പറയുമ്പോൾ എന്തോ സ്പീഡ്. പക്ഷെ 120 ഓടിച്ചിട്ട് അറിയാനേ ഇല്ല. ഇല്ല, തിരക്കില്ല, റോഡ് തിരക്കില്ല. ഒത്തിരി തിരക്കാണെങ്കിൽ നമുക്ക് എത്ര സ്പീഡിലൊന്നും ഓടിക്കാൻ പറ്റില്ല. ഒത്തിരി ദൂരെയാ വണ്ടി നിൽക്കുന്നതല്ല, അത്രേ വണ്ടിയേ ഉള്ളൂ. അതെ അതെ. വേറെ കാര്യം, നമ്മൾ ഇത്രയും കിലോമീറ്റർ പോയിട്ടും ഇത്രയൊക്കെ പോയിട്ട് നമുക്ക് ഈ റോഡ് ഇതുവരെയും കറക്റ്റ് ആയിട്ട് അങ്ങോട്ട് പലപ്പോഴും വഴി തെറ്റുന്നുണ്ട് ഇപ്പോഴും. ഒരു 5-6 പ്രാവശ്യം ഈ റോഡിൽ കൂടെ പോയിട്ടുണ്ട്, എങ്കിലും വഴി ഇപ്പോഴും ക്ലിയർ ആയിട്ടില്ല, ഇല്ലയോ? അതെ. എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് രാവിലെ ഒരാളിങ്ങനെ മുമ്പ് നിൽക്കുന്നുണ്ടാ എന്ന് പറയുന്നടി, ഒന്നും പറയുന്നില്ലയോ? എന്തായാലും നീ പറഞ്ഞ എന്താ ഒന്നും പറയുന്നില്ലയോ? അവക്ക് അങ്ങ് മുംബൈയിൽ എത്തിയാ മതി. മതിയോ? അവള് പറഞ്ഞു ഇന്നലെ രാത്രി തന്നെ വിട്ടങ്ങ് പോകാന്ന് പറഞ്ഞതാ. എന്ത് സ്ട്രെയിറ്റ് ആയിട്ട് വഴി കിടക്കുന്നല്ലേ? അതെ അതെ, അടിപൊളിയായിട്ട് കിടക്കുന്ന വഴിയാണിത്. ഓക്കെ, ഇതിലൊക്കെ വഴി കിട്ടുക എന്ന് പറയുന്ന ആൾ നമുക്ക് എത്ര ദൂരമായി കണ്ടിന്യൂസ് സ്ട്രെയിറ്റ് റോഡാണ്. റോഡുകൾ കിട്ടുക എന്ന് പറഞ്ഞാൽ ഒന്ന് വഴിക്ക് കാറ്റാടികൾ കുറെ കാണാൻ. നല്ല മഴക്കോളുണ്ട് ഇവിടെ. പക്ഷെ അതൊക്കെ നമ്മുടെ റൈറ്റ് സൈഡിലാണ് എനിക്ക് തോന്നിയത്. ഇങ്ങോട്ട് വരുവാണെങ്കിൽ നമുക്ക് കാണാമായിരുന്നു, പക്ഷെ അങ്ങോട്ട് പോയാൽ രണ്ട് സൈഡിലും ഉണ്ട്. ഉണ്ടോ? തിരിച്ചു വരുമ്പോൾ ശരിക്കും കിട്ടും. അത് തിരിച്ചുള്ള റൂട്ടില് തിരിച്ചു വരുന്ന സമയത്ത് അതുപോലെ തന്നെ നമ്മൾ ഇങ്ങോട്ടുള്ള റൂട്ടാണ് എടുത്തേക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് തിരിച്ചുള്ള റൂട്ടും പുറകെ ഉണ്ടാവും. തിരിച്ച് നമ്മൾ എങ്ങനെ പോകണം ഇതൊരു തീരുമാനിച്ചില്ല. തിരിച്ച് ഗോവ വഴി പോകണോ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ബാംഗ്ലൂർ വഴിയാണോ ഗോവ, ഈ രണ്ടിലേതെങ്കിലും ഒന്നായിരിക്കും. ഒന്ന് ഗോവ വഴിയായിരിക്കും, അല്ലെ ബാംഗ്ലൂർ വഴി. ഈ റൂട്ട് കൂടെ തന്നെ തിരിച്ച് പോയി ബാംഗ്ലൂർ ചെല്ലും. അത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടോൾ ബൂത്ത് ഉണ്ട് ഫ്രണ്ടില്. നമ്മൾ ഒരു ടോൾ ബൂത്ത് കഴിഞ്ഞു, 100 കിലോമീറ്റർ ആയില്ല, അതിന് അടുത്ത ടോൾ ബൂത്ത് വന്നു. കണ്ടായിരുന്നോടാ ആ വണ്ടി സിഗ്നൽ ഇട്ടത്? ശ്രദ്ധിച്ചായിരുന്നോ? നിങ്ങളുടെ ഡൗട്ട് തീർക്കാം. സ്ട്രെയിറ്റ് റോഡ്, ഇതുവരെ സ്ട്രെയിറ്റ് റോഡ് മാറിയിട്ടില്ല. കണ്ടോ? സ്ട്രെയിറ്റ് റോഡാണിത്. ഇങ്ങനെയൊക്കെ കിട്ടിയാൽ ആരാ വണ്ടി ഓടിക്കാതിരിക്കുന്നില്ലയോ? ഇതുപോലത്തേക്ക് റോഡ് കിട്ടി ഓടിക്കണം. അപ്പോഴാണ് വണ്ടി ഓടിക്കുന്നതിന്റെ ഒരു എൻജോയ്മെന്റ് കിട്ടുന്നത്. സ്ട്രെയിറ്റ് റോഡായിട്ടേക്ക് നടക്കുന്നത്. അതുപോലെ കർണാടകയില് ഡീസലിന് വിലക്കുറവാണ് കേട്ടോ. നമ്മൾ കേരളത്തിൽ 95 ചിൽവാനത്തിനാണ് അടിച്ചത്. 95-41 ആയിരുന്നു നമ്മൾ അടിച്ചത്. കർണാടകയിൽ 90-40. ചില സ്ഥലങ്ങളിൽ 91 ഉണ്ട്, ചില സ്ഥലങ്ങളിൽ 90 ഉണ്ട്. കേറിയ സമയത്ത് 90 ഉണ്ടായിരുന്നുള്ളൂ. കർണാടകയിലോട്ട് ഫുൾ അടിച്ചായിരുന്നു. സിഗ്നൽ ഇട്ടാണ്ടോ? പിന്നെ ഇനി നമ്മൾ അടുത്ത ടോൾ ബൂത്ത് എത്തി. നീ ശ്രദ്ധിച്ചിരിക്കും പറയാം. ഒരു ഇത് കണ്ടോ, ട്രെയിലർ പറഞ്ഞുണ്ടോ? അടുത്ത ടോൾ ബൂത്ത് എത്ര 100 കിലോമീറ്റർ പോലും എത്തില്ല, അതിന് മുമ്പ് അടുത്ത ടോൾ ബൂത്ത് എത്തി. പക്ഷെ ടോൾ ബൂത്തിലെങ്കിലും പൈസയ്ക്ക് ഒരു കുറവില്ല കേട്ടോ. നല്ല പൈസയാണ് ഇവിടെ എല്ലാം. റേറ്റ് അപ്പുറത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ കാണുന്നില്ല. സ്ട്രെയിറ്റ് പോയി ഓടിച്ച് പോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് പൈസ കൊടുത്താലല്ലോ നമുക്ക്. നല്ല റോഡാണ്. റോഡ് ചിലർക്ക് ബമ്പി പോലെ കാണും, അതുപോലെ കാണി പോകുന്നത്. അതുകൊണ്ടാണ് ചില സ്ഥലങ്ങളിൽ ഇപ്പൊ നല്ല ഭംഗിയുണ്ട് നോക്ക്. അങ്ങനെ വീണ്ടും നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി റോഡാണ്. ഇപ്പോഴും ആ സൈഡില് കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ. സൈഡിൽ
ഇവിടുത്തെ ഒരു പ്രത്യേകത വെച്ചാൽ റോഡ് നിലം ഒന്നും വെറുതെ വേസ്റ്റ് ആക്കുന്നില്ല, എല്ലാം അവർ യൂസ് ചെയ്യാണ്. എന്തെങ്കിലുമൊക്കെ കൃഷി അവർക്ക് കാണാം ഇവിടെ. നമ്മുടെ നാട്ടിലൊക്കെ വയലൊക്കെ വെറുതെ കിടക്കുകയാണ്. ഗ്രാമത്തിൽ കൂടെ നമ്മൾ പോകുന്നേ തോന്നില്ലയോ? ഗ്രാമമാണോ അത്? അകത്തോട്ട് ഏതോ ഒരു ഗ്രാമമുണ്ട്. ആണോ? അടിപൊളി റോഡാണ്. റോഡ് പിന്നെ നമ്മൾ എപ്പോഴും ഇത് കണ്ടിന്യൂഷൻ ആണ് തോന്നില്ലയോ? അടിപൊളി റോഡാണെന്ന് പറഞ്ഞ് നിൽക്കാറ്. അവിടെ ചെല്ലുമ്പോൾ എല്ലാം പോയി കിടക്കുന്ന റോഡാകുന്നത്. പൂനെയാണോ മഹാരാഷ്ട്രയാണോ ബോംബെയാണോ എന്താണോ എഴുതിയിരിക്കുന്നത്? ബോർഡ് വരുന്നുണ്ട്. എടാ, ആർക്ക് ബോർഡ് വായിക്കാൻ പറ്റുന്ന നോക്കിയോണേ. ആ പൂനെ 433 ഉണ്ട് കേട്ടോ. കർവാർ സിറ്റിയാണ്. അപ്പൊ അവിടെ പൂനെ 433 കിലോമീറ്റർ ഉണ്ട് നമുക്ക് പൂനെക്ക്. പൂനെന്ന് പിന്നെ മഹാരാഷ്ട്ര. നോക്കാം എപ്പോ ചെല്ലുമെന്ന്. ഇപ്പൊ 1 മണിക്കൂർ കൊണ്ട് 90 കിലോമീറ്റർ ഓടി. അങ്ങനെ നമ്മൾ ഹുബ്ലിയിൽ എത്തിയിട്ടുണ്ട്. ഹുബ്ലി കഴിഞ്ഞു. ഹുബ്ലി കഴിഞ്ഞില്ലയോ? ഹുബ്ലി കഴിഞ്ഞു. മോശം റോഡുകൾ തുടങ്ങിയിട്ടുണ്ട്. റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. റോഡ് പണി നടക്കും. അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. ആക്ച്വലി ഇപ്പോൾ ഒറ്റ സൈഡേ ഉള്ളൂ. അപ്പുറ സൈഡ് വണ്ടി ഇപ്പം വരുന്നുണ്ട്. നേരത്തെ ഇപ്പൊ സിംഗിൾ റോഡാണ്. ഇപ്പൊ അല്ല, സിംഗിൾ റോഡ് തന്നെ അല്ലയോ? ഇപ്പൊ കുറച്ച് ദൂരത്ത് തന്നെ സിംഗിൾ റോഡാണ്. സിംഗിൾ റോഡ് അപ്പുറത്തെ ഓപ്പൺ ആക്കിയില്ലെന്ന് തോന്നുന്നു. റോഡ് ഓപ്പൺ ആക്കില്ല. ഒറ്റ വഴി കൂടെയാണ് വണ്ടികൾ വരുന്നത്. ചിലൂടെ കഴിഞ്ഞ് തിരക്കൊക്കെ ആയി കഴിഞ്ഞു. ഡബിൾ ലൈൻ വഴി. ഇത് അങ്ങനെ എനിക്ക് സർവീസ് റോഡിൽ കയറാൻ വേണ്ടി ഇങ്ങനെ. ഇവിടെ ഡബിൾ ലൈൻ ആണ്. കുറേയുടെ എന്നാലും പണികൾ നടക്കുന്നുണ്ട്. ബൈക്ക് കയറി പോകുന്നതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് ബൈക്കിന് പോകാൻ പറ്റുമായിരിക്കും. ബൈക്ക് കയറി പോകുന്നുണ്ട്. മുംബൈ വരെ ഇങ്ങനെയാണോന്ന് അറിയത്തില്ല കേട്ടോ. ഇത് കാണാൻ എത്ര ലോങ്ങിൽ നമുക്ക് റോഡ് കാണാമെന്ന്. അങ്ങ് വരെ പോകുന്ന വണ്ടികൾ നമുക്ക് ഇതിനകത്ത് വ്യക്തമായിട്ട് കാണാം. കണ്ടില്ലേ? പക്ഷെ അവിടെ വീണ്ടും റോഡ് അവിടെ ഡീവിയേഷൻ ആണെന്ന് തോന്നില്ലയോ? റോഡ് പണി നടക്കുന്നത് കൊണ്ട് ഭയങ്കര പാടാണ്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഇടയ്ക്ക് ലിമിറ്റ് വെച്ചുള്ള സ്പീഡിലേ പോകാനും പറ്റുള്ളൂ. ഇടയ്ക്ക് എപ്പോഴാണ് ഡൈവേഷൻ വരുന്നതെന്ന് അറിയത്തില്ല. പറയാൻ പറ്റത്തില്ല. റോഡ് ഡീവിയേഷൻ ഒന്നും ഇല്ലാതെ നമുക്ക് ഇങ്ങ് വരെ അടിപൊളിയായിട്ട് റോഡ് കാണാമെന്നാണ്. ഈ പണി ഇനി എന്ന് തീരുമാനമാവും. ഒന്നിങ്ങനെ പോവുകയാണ്. ഇത് എനിക്ക് തോന്നുന്നു ഇങ്ങോട്ട് മണ്ണൊന്നും ഇടിഞ്ഞ് ഇരിക്കാൻ വേണ്ടി വെച്ച് കെട്ടിയേക്കുന്നതാന്ന് തോന്നുന്നില്ല. ഈ സംഭവം ഇങ്ങനെ സൈഡിലെ വൈറ്റ് കളർ റോഡിന് വീതി കുറവായതുകൊണ്ടേ, റോഡിന് വീതിയല്ല, ഒരു സിംഗിൾ റോഡാണ് പോകുന്നത്. അതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടാണ് കാണുന്നത്. നമുക്ക് അടിച്ചിട്ട് പോകാം. റോഡ് കുഴപ്പമില്ല, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഡീവിയേഷൻ. അങ്ങനെയുണ്ട്. അടിപൊളിയല്ലേ? നോക്കിയേ പ്രദേശങ്ങള്. ഓൾമോസ്റ്റ് എന്താ പറയുക, അങ്ങോട്ട് പുതിയ പാലത്തെ കൂടെ പോകുന്നുണ്ട് വണ്ടികൾ കേട്ടോ. ആണല്ലയോ? വെള്ളം കയറി കിടക്കുവാന്ന് തോന്നുന്നു കേട്ടോ. അതിൻ്റെ ഇവിടെ പോച്ചയൊക്കെ ഉണ്ട്. വെള്ളം കയറി കിടക്കുവാന്ന് തോന്നുന്നു. പാടത്തിൽ കയറിയാന്ന് തോന്നുന്നു. പാടമായിരുന്നെന്ന് തോന്നുന്നു. അല്ല, എങ്ങാണ്ട് ഉത്തരാഖണ്ഡിലൊക്കെ എങ്ങാണ്ടൊക്കെ ഭയങ്കര വെള്ളപ്പൊക്കവും ഒക്കെ അല്ലായിരുന്നോ? ഏതൊക്കെ നദി കവിഞ്ഞു ഒഴുകുകയൊക്കെ ചെയ്യുമായിരുന്നല്ലോ. അപ്പോൾ അവിടുത്തെ ഇങ്ങോട്ടൊക്കെ വരുന്നതാണോ എന്ന് ആർക്കറിയാം. അതാ പാലത്തിനടിയിൽ കൂടെ അങ്ങോട്ട് ഒഴുകി പോകുന്നുണ്ട് അത് കേട്ടോ. ഓക്കെ, അതുകൊണ്ട് ഓ, അപ്പോൾ 6 ആയത് മാവാണോ? എന്താ സംഭവിച്ചാണോ നമുക്കറിയില്ല. എന്തായാലും വെള്ളം കയറിയിട്ടുണ്ട്. ബെൽഗാവ് ഇങ്ങോട്ട് കുറച്ച് മുമ്പോട്ട് വരുമ്പോൾ ഈ സംഭവം. സ്ഥലപ്പേര് കറക്റ്റ് ഏതാണെന്ന് അറിയത്തില്ല. എന്തോ ഒരു ഘാട്ടി ഞാൻ എഴുതിയായിരുന്നു. കൊച്ചിനോട് ചോദിച്ചു എഴുതി വെച്ചായിരുന്നു. എന്തോ ഒരു ഘാട്ടിയാ. എല്ലാം വെള്ളം കയറി കിടക്കുകയാണ് ഈ ഭാഗമല്ല. നല്ല മരങ്ങളാണ് കേട്ടോ. മരങ്ങളുടെ ഇടയ്ക്കൂടെയാണ് വെള്ളം കയറി കിടക്കുന്നത്. സുട്ടകാട്ടി ഇല്ലയോ? ഓക്കെ, സുട്ടകാട്ടിയാണിത്. സുട്ടകാട്ടി. പോലൊക്കെ നമ്മള് ഇതുപോലൊക്കെ ഡീസലിന് നമുക്കിവിടെ 91.05 പ്രൈസാണ്. 91. നമ്മൾ കഴിഞ്ഞ ഇന്നലെ അടിച്ചത് 90 രൂപയ്ക്ക് അടിച്ചത്. 90 രൂപ ചില്ലറയ്ക്ക് അടിച്ചത്.
അടുത്ത ടോൾ പ്ലാസ. ടോൾ പ്ലാസയുടെ പേരറിയാമോ? എഴുതിയേക്കുന്നേ അട്ടങ്കിരി ടോൾ പ്ലാസയോ? കോലാപ്പൂർ, സത്താറ, പൂനെ. മുംബൈ നേരെ 472. മുംബൈ നേരെയാണ്. എവിടെ വായിച്ചിട്ടുണ്ടതൊക്കെ? ഓക്കെ, അങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഓൾമോസ്റ്റ് ഇനി ഒരു 50 കിലോമീറ്റർ കഴിഞ്ഞാൽ കർണാടക ബോർഡർ ചെക്ക് പോസ്റ്റ് എത്തും. ആ ചെക്ക് പോസ്റ്റിന്റെ പേരെന്ത് വരണടാ? സോറി കൊഗ്നോലി ടോൾ പ്ലാസ. കൊഗ്നോലി ടോൾ പ്ലാസയാണ്. ടോൾ പ്ലാസ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മഹാരാഷ്ട്ര എൻ്റർ ചെയ്യുകയാണ്. പിന്നെ ബെൽഗാവിയാണ് കർണാടകയുടെ ഏറ്റവും ബോർഡർ ഡിസ്ട്രിക്റ്റ്. ആ ബെൽഗാവി കഴിഞ്ഞാലാണ് കൊഗ്നോലി ടോൾ പ്ലാസ. ആ കൊഗ്നോലി ടോൾ പ്ലാസ തീർന്നാല് നമ്മൾ മഹാരാഷ്ട്ര എൻ്റർ ചെയ്യും. പയ്യന്നോളം ഡീസലും പെട്രോളും ഒക്കെ അടിച്ച് വേണം പോരാൻ. അതെ, വില കുറച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ അല്ലയോ? അതെ. മഹാരാഷ്ട്ര കയറിയ പിന്നെ മഹാരാഷ്ട്രയുടെ ബോർഡർ ഏതാ? കോലാപൂരോ? സ്റ്റേറ്റ് എന്താ? അവിടെ എന്തോ ഒരു കമ്പനി ഉണ്ടെന്ന് തോന്നുന്നല്ലോ. എന്തോ കമ്പനി ഉണ്ട് അവിടെ. ഒരു കമ്പനി ഉണ്ടെന്നേ. പഞ്ചസാര ഫാക്ടറി ആണോ? ഓ, എന്താണ് 250 ഉണ്ട്. ആണോ? അപ്പൊ ഇവിടുത്തെ പഞ്ചസാര ഫാക്ടറി ആയിരിക്കും. മലകളൊക്കെ കുറെ കാണാം. പാടങ്ങളല്ലേ? മൊത്തം പാടങ്ങളാണ്. നമ്മുടെ കരഭൂമി വളരെ കുറവാണ് ഇവർക്ക്, അതെ. എല്ലാം സിറ്റിയുടെ അകത്തോട്ടേ ഉള്ളൂ. കരഭൂമി കര അവിടെ അങ്ങ് കൂട്ടത്തോടെ വീടുകളും ഉണ്ട്. അങ്ങേയറ്റത്ത് കുറച്ച് മലയും കാണാം. പക്ഷെ വീഡിയോയിൽ അത് കിട്ടുന്നുണ്ടോ അറിയത്തില്ല കേട്ടോ. അവിടെ എന്തോ കൃഷിയുണ്ട്. അതെന്തോ ചെറിയ ചെറിയ കൃഷിയാണ്. അതുകൊണ്ട് എന്തോ ആണെന്ന് അറിയത്തില്ല. എന്തായാലും കുറച്ച് സ്ഥലം പോലും അവർ വേസ്റ്റ് ചെയ്തില്ല കേട്ടോ. അതാണ് അവരുടെ ഒരു പ്രത്യേകത. കിലോമീറ്ററുകൾ ദൂരത്തോളം ബാക്കിലോട്ട് വണ്ടി ഒന്നുമില്ല. നമ്മളെല്ലാത്തിനും ഓവർടേക്ക് ചെയ്ത് വന്നു. ഇപ്പൊ നമ്മുടെ പുറകിലൊന്നും ഒരു വണ്ടിയില്ല. മേഘങ്ങൾ പോലെ ഓരോ കുന്നുകൾ പോലെ നിൽക്കുന്നു. ഒരു കുന്ന് മാത്രമായിട്ടാണ്. റോഡ് ക്ലീൻ ആയിട്ട് കിടക്കുന്നില്ലയോ? റോഡ് കാണുമ്പോ എല്ലാവർക്കും എല്ലാം കോൺക്രീറ്റ് അല്ലയോ? എല്ലാം കോൺക്രീറ്റ്. നേരത്തെ ഇവിടുത്തെ ടാറായിരുന്നു. ടാറെല്ലാം മാറ്റി എനിക്ക് ഒന്ന് ഇവരങ്ങ് കോൺക്രീറ്റ് ആക്കുവാന്ന്. നമ്മള് ഇറങ്ങിയിട്ട് 7, 8, 9, 10, 11 മണിയായി. 4 മണിക്കൂറാകുന്നു. 4 മണിക്കൂറിൽ നമ്മൾ ഏകദേശം ഒരു 270 കിലോമീറ്ററിനടുത്ത് എത്തിയിട്ടുണ്ട്. 4 മണിക്കൂറിലാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു 15 മിനിറ്റ് ബ്ലഡ് പിടിക്കാനും കയറി. 15 മിനിറ്റ് എടുത്തില്ല തോന്നില്ലയോ? 4 മണിക്കൂർ കൊണ്ട് 270 കിലോമീറ്റർ. റോഡ് ഇടയ്ക്കൊക്കെ വളരെ മോശമാണ്. അതാണ് നമ്മൾ ലേറ്റ് ആയിരുന്നു. അല്ലാതെ ഇപ്പോൾ ഒരു 350 കിലോമീറ്റർ ഓടിയാനായിരുന്നു. രാവിലെ നല്ല രാവിലെ ഒരു മണിക്കൂർ കൊണ്ട് നമ്മൾ 90 കിലോമീറ്റർ ഓടി തീർന്നതാണ്. പക്ഷേ അത് കഴിഞ്ഞ് ഹുബ്ലി വന്നപ്പോഴത്തെ റോഡ് ഭയങ്കര മോശമായി പോയി. ഹുബ്ലി ഇങ്ങോട്ട് കയറുന്ന ആൾക്കാർ ഭയങ്കര മോശമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് റോഡ് പണിയാണ്. അപ്പം അതിൻ്റെതായ ഇടയ്ക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ലേറ്റ് വരുന്നത്. അല്ലാതെ ഇപ്പം നമുക്ക് നല്ല ദൂരം ഇപ്പം കവർ ചെയ്തേക്കായിരുന്നു. കാറ്റടി കാണാവാ? നിങ്ങൾ കാണുന്ന കാറ്റടി കാണുന്നുണ്ടോടാ? ഓട്ടുണ്ട്. ഒത്തിരി ആ മലയുടെ അപ്പുറത്തോട്ടുണ്ട്. ഒത്തിരി ഉണ്ട് കാറ്റടി ഇല്ലയോ? പക്ഷെ ഇതിപ്പോ ഒത്തിരി അടുത്താ കാണുന്നില്ലയോ? നേരത്തെ ഇത്ര അടുത്തില്ലായിരുന്നു ഈ റോഡിൽ പോകുമ്പോ. അടുത്ത് കണ്ടോ? നമ്മള് തമിഴ്നാട് പോയ സമയത്ത് കണ്ടാന്ന് തോന്നുന്നു. ഈ റൂട്ടിൽ വന്നപ്പോ ആദ്യമായിട്ടാണ് ഇത്ര അടുത്ത് കാണുന്നത്. ഈ റൂട്ട് എങ്ങനെയുണ്ട് ഫുഡ്? ബ്രെഡ് ഓംലെറ്റ് നല്ല ടേസ്റ്റ് പോയിട്ട് ഹോട്ടലിന്റെ പേര് ഗോവ ബസ്. ഗൈസ്
വലിയ കുഴപ്പമില്ല. ഇതിൻ്റെ അകത്തൊരു പൊടി ഇട്ടത് പെൽസയ്ക്ക് പിടിച്ചിട്ടില്ല. എന്തോ പൊടിയാണെന്ന് അറിയത്തില്ല. മുറിച്ച് തരണോ? അങ്ങനെ ഇപ്പോഴാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അങ്ങോട്ട് ഇറങ്ങുന്നതേ ഉള്ളൂ. കുഴപ്പമില്ലായിരുന്നു. കർണാടക മഹാരാഷ്ട്ര ബോർഡറിൻ്റെ അടുത്തുള്ളതാകുമ്പോൾ രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഫുഡായിരുന്നു അവരുടേത്. വെറൈറ്റി ഫുഡായിരുന്നു. എല്ലാം നമ്മൾ ട്രൈ ചെയ്യണമല്ലോ. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നു കഴിക്കാൻ. എനിക്കൊന്നും അറിയില്ല. ഞാൻ ആ സമയത്ത് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുവായിരുന്നു. ആക്സിഡന്റ് ആയതുകൊണ്ടാണല്ലോ. സുഖമായിട്ട് നമ്മൾ നിപ്പാനി ചുരം ഇറങ്ങുകയാണ്. അങ്ങോട്ടേ അത് വഴി വെട്ടുവാ കേട്ടോ. അത് കിട്ടുമല്ല, അങ്ങോട്ട് വഴി വെട്ടുവാ. ഇനി അത് റെഡിയായി കഴിയുമ്പോ ആ വഴി അങ്ങോട്ട് പോകും. ഇതിലെ ഇത് ഇങ്ങോട്ട് ഈ വളവ് വരെ നോക്കുക, നേരെ പോകും. നല്ല ദൂരത്തിലുള്ള ബ്രിഡ്ജ് പണിയാണ്. അതെ അതെ. അവിടെ അപ്പുറത്ത് വലിയൊരു സിറ്റിയാണ്. കാണാമോന്ന് അറിയത്തില്ല നിങ്ങൾക്ക് അതിൻ്റെ അകത്ത്. നിപ്പാനി ചുരം ഇനിയും കാണത്തില്ല. നിപ്പാനി ചുരത്തില് ഇപ്പോഴും പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ഉയരത്തില സേഫ്റ്റി ബെൽറ്റ് പോലും ഒന്നുമില്ല. ക്രെയിൻ കൊണ്ടുവന്ന് ആ ഇത് വെക്കുക, കോൺക്രീറ്റ് വെക്കുക അതിനകത്ത്. അത്ര നിൽക്കുന്നതിന് ഒരു സേഫ്റ്റി ബെൽറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ചുമ്മാ നിൽക്കുക കയറി. ഇവിടുന്ന് കൈവിട്ട് പോയി താഴെ പോയി. ഇതാണ് കർണാടകയുടെ ലാസ്റ്റ് ടോൾ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ മഹാരാഷ്ട്ര കയറുകയാണ്. കോങ്കോളി ടോൾ പ്ലാസ. കോങ്കോളി ടോൾ പ്ലാസ. ഇത് കഴിഞ്ഞാൽ മഹാരാഷ്ട്ര. മുംബൈ നേരെ 418 കിലോമീറ്റർ. ഏത് സ്ഥലം അറിയാമോ? ഇപ്പൊ ഇത് നമ്മള് സത്താര ഡിസ്ട്രിക്റ്റ് ആണ്. സത്താര ഡിസ്ട്രിക്റ്റ് ആണ്. നല്ല മലയാണ് ചുറ്റോടും കാണുന്ന. നല്ല മഴയൊക്കെ പെയ്ത് കിടക്കുന്നുണ്ട്. മലകൾക്കെല്ലാം നല്ല പച്ചിപ്പാണ്. നല്ല പച്ച കളറിലാണ് കിടക്കുന്നത്. ഇവിടങ്ങളിലൊക്കെ ഈ ആടുകളൊക്കെ മേയുന്നത് കാണാം. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ഫസ്റ്റ് ടണൽ കയറുകയാണ്. നമ്മൾ കുറച്ച് നേരം കൂടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നോക്കിയിരിക്കുകയായിരുന്നു, ടണൽ എപ്പം വരുമെന്ന്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ടണലാണ്. ഈ ടണലിൻ്റെ അകത്തുള്ള ഒരു യാത്ര തന്നെ പ്രത്യേക ഒരു എൻജോയ്മെൻ്റാണ്. ടണലിലുള്ള യാത്ര എൻജോയ് ചെയ്ത് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ലഞ്ചിന് കയറിയതാണ്. പക്ഷെങ്കിൽ ആർക്കും ലഞ്ചായിട്ടുള്ള സാധനങ്ങളൊന്നും വേണ്ട. മഹാരാഷ്ട്ര വന്നപ്പോൾ മഹാരാഷ്ട്രയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള മിസൽ പാവ്, പാവ് ഭാജി, വടാപ്പാവ് എന്നിവയൊക്കെയാണ് ഓരോരുത്തരും മേടിച്ച് കഴിക്കുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് മുംബൈ വരെയുള്ളൊരു വീഡിയോ എടുത്തതിന് ശേഷം പൂനെയിൽ നിന്ന് മുംബൈക്കുള്ള പൂനെ മുംബൈ എക്സ്പ്രസ് ഹൈവേ ഒരു പ്രത്യേക വീഡിയോ ആയിട്ട് എടുക്കാമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അതുകൊണ്ട് വീഡിയോ ഒന്നും ആരും മിസ് ചെയ്യരുത്. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ലഞ്ചൊക്കെ? ഇനി മുതൽ പിള്ളേർക്ക് പാവ് ഭാജി വാങ്ങിക്കുകയാണെങ്കിൽ പാവ് വാങ്ങിച്ചാൽ മതി, ഒരു ഭാജി വാങ്ങിച്ചാൽ മതി. പാവ് മാത്രം എക്സ്ട്രാ വാങ്ങിക്കുക. മഹാരാഷ്ട്ര കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ വാങ്ങിക്കുന്ന മെയിൻ ഒരു ഫുഡാണ്, പിള്ളേർക്ക് വേണ്ടി വാങ്ങിക്കുന്ന മെയിൻ ഒരു ഫുഡാണ് പാവ് ഭാജി.
വടപ്പാവിനേക്കാൾ ടേസ്റ്റാ കേട്ടോ. നല്ല ചൂടോടെ നെയ്യൊക്കെ തേച്ച് ബട്ടറൊക്കെ തേച്ച് തരും. അതൊരു പ്രത്യേക ടേസ്റ്റാ. വടപ്പാവിന് ഭയങ്കര വലിയ കഴിഞ്ഞ വർഷമൊക്കെ അങ്ങനെ മുംബൈ വടപ്പാവായിരുന്നു എന്റെ ഫേവറേറ്റ്. പക്ഷെ ഒരു പ്രാവശ്യം വടപ്പാവ് കഴിച്ചു, ഭയങ്കര എരിയായിരുന്നു. അതോടുകൂടെ വടപ്പാവിന്റെ ഫേവറേറ്റ് പറഞ്ഞിട്ട് പാവുബജിയായി. ശിവപൂർ ടോൾ പ്ലാസ, KHD ശിവപൂർ, ഖേദ് ശിവപൂർ. വാങ്ങിക്കുന്നേ വാങ്ങിച്ചോ. 3 എണ്ണം. റെഡ് ആണെങ്കിലും കുഴപ്പമുണ്ടോ? റെഡാ ആ ഫ്രണ്ടിലുണ്ട്. അടിപൊളിയായിട്ടുണ്ട് മലകൾ കാണാനല്ലേ. പൂനെയുടെ അടുത്ത് എത്താറാകുമ്പോഴത്തേക്ക് കാണാൻ പറ്റുന്ന നിരകളാണ് ഈ കാണുന്നത്. എനിക്കൊന്ന് ഫ്രണ്ട് ചെല്ലുമ്പോൾ മിക്കവാറും ഒരു ടണൽ കാണുമായിരിക്കും. സൗണ്ട് കേൾക്കുന്നേ. ഈ മലയാണ് നമ്മള് ഈ ടണലാണ് നമ്മൾ കയറാൻ പോകുന്നത്. ടണൽ എങ്ങനെയുണ്ട്? അടിപൊളി ടണലാണോ? Guys, we are actually getting to a big tunnel. ഇതിന്റെ അകത്ത് ഓൺ അടിക്കുക. ഇതിന്റെ അകത്ത് ആരാ ഈ ഓൺ അടിക്കുന്നത്? അപ്പുറത്ത് ഒരു വരി ഉണ്ടായിരുന്നല്ലോ. അപ്പുറത്ത് ഒരു വരി ഉണ്ടായിരുന്നല്ലോ ടണലിന്. വരി ഉണ്ടായിരുന്നോ? വരി ഉണ്ടായിരുന്നോ? വഴി ഉണ്ടായിരുന്നോ? വരി ടണലിന്റെ പോലത്തെ വഴി ഉണ്ടായിരുന്നു. പൂന മൊത്തം ബ്ലോക്കാണ്. നമ്മളിപ്പോൾ 5 മണിയായി പൂനിലെത്തിയപ്പം. പക്ഷെങ്കിൽ പൂന മൊത്തം ബ്ലോക്കിലാണ്. ഒരു അരമണിക്കൂർ കൊണ്ട് ഇങ്ങനെ ബ്ലോക്കിൽ കിടന്ന് എഴഞ്ഞ് നീങ്ങിയാണ്. ഇന്ത്യൻ ഫ്ലാഗ്. നമ്മുടെ ഈ ഇടസൈഡിൽ കാണുന്നതാണ് ഇവിടുത്തെ മെട്രോ കേട്ടോ. അപ്പുറത്ത് ഇങ്ങനെ ഒരു മെട്രോ സ്റ്റേഷനാണ്. പക്ഷെ നമ്മുടെ കൊച്ചിയിലൊക്കെ ആണെങ്കിൽ റോഡിന്റെ നടുക്കൂടെ പോകുന്നത് കേട്ടോ. ഇത് സൈഡിൽ കൂടെ മെട്രോ പോകുന്നത്. അതാണ് ഇതൊരു മെട്രോ സ്റ്റേഷനാണ്. പണി നടക്കുന്നേ ഉള്ളില്ലയോ? ഇതുവരെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഇത് പണി നടന്നുകൊണ്ടിരിക്കുവായിരുന്നു. എക്സ്പ്രസ് ഹൈവേ 0.7 കിലോമീറ്റർ. പക്ഷെ അത് സിഗ്നൽ ഇട്ടിട്ടില്ല എങ്ങോട്ടാന്ന്. അവിടെ മായ്ച്ചു കളഞ്ഞേക്കുന്നത്. ഇവിടുന്ന് വലത്തേണ്ടി കാണാം. ബോർഡ് കാണും. അവിടെ ബോർഡ് കാണും. ബോർഡ് നോക്കിക്കോളാം കേട്ടോ എല്ലാവരും. നമ്മള് മുംബൈ പൂനെ എക്സ്പ്രസിലോട്ട് കയറാൻ പോവുകയാണ്. നമ്മൾ വരുമ്പോ ഈ താഴെ കൂടെ ഇത്രയും വ്യക്തമായിട്ടുണ്ടായിരുന്നു. ബോർഡ് കണ്ടോ? ഈ ബോർഡാണ് നമ്മൾ ഇവിടെ അല്ല നേരെ പോകാതെ ഇവിടെ ഇങ്ങോട്ട് കയറിക്കണം. ടോൾ എക്സ്പ്രസ് വേ, യശ്വന്ത്റാവു ചവാൻ എക്സ്പ്രസ് വേ. അവര് സർവീസ് റോഡിൽ കൂടെ വന്ന് കയറിയതാ. ഇവിടുന്ന് 100 കിലോമീറ്റർ സ്പീഡാണ്. റോളിൽ എഴുതി വെച്ചിട്ടുണ്ട് 100 കിലോമീറ്റർ സ്പീഡ് പോയില്ലെങ്കിൽ ക്യാമറ അടിക്കും. പോയില്ലെങ്കിലോ? 100 കിലോമീറ്ററിൽ മേളിൽ പോവാണെങ്കിൽ പോയില്ലെങ്കിൽ പോവാണെങ്കിൽ ക്യാമറ ഉണ്ട്. ക്യാമറ അടിക്കുക. അവരൊക്കെ പെട്രോളൊക്കെ കൂടുതൽ ആവശ്യമില്ല. ഇവിടുന്ന് തന്നെ മുംബൈ 131, മുംബൈ 131, പനവേൽ 91, ലോണാവാല 40. ഇപ്പോൾ തന്നെ കാണാം. ഇതേപോലെ തന്നെ നല്ല ബിൽഡിങ്ങുകളൊക്കെ കാണാം കേട്ടോ. കാറുകൾ ഇവിടെ മാത്രം. ആണോ? ഉള്ളിക്കാർ. ബാക്കി ഈ വെഹിക്കിളൊക്കെ ആ സൈഡ് അങ്ങനെയാണോ?
ഉം. ഈ ടോളിൻ്റെ പേര് വല്ലതും എഴുതിയിട്ടുണ്ടോ? അതിൽ പേര് കാണുന്നുണ്ട് വൈറ. ടോളിൻ്റെ പേര് വല്ലതും ഉണ്ടോ? പേരൊന്നും എഴുതിയിട്ടില്ലയോ? നോ ക്യാഷ് പേയ്മെൻറ്റ്. മുംബൈ പൂനെ എക്സ്പ്രസ് ഹൈവേ എന്ന് മാത്രമേ ഉള്ളൂ. അത് മാത്രമേ ഉള്ളൂ. ഉം. മാൻഡേറ്ററി എഴുതിയിട്ടുണ്ട്. പൊക്കോളാനോ? എന്താ അവർക്ക് ഫ്രീ ആണോ? ടോൾ കാണും. ഫ്രീ ഒന്നും ആയിരിക്കില്ല, അപ്പുറത്ത് വേറെ ടോൾ കാണുമായിരിക്കും. അല്ലെങ്കിൽ 5 പേര് വന്ന് ഇപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ട് കിട്ടണം അങ്ങനെ വല്ലതും ആയിരിക്കും. ആർക്കറിയാം. നമ്മൾ ഈ ക്യാമറയൊക്കെ പിടിച്ചോണ്ട് പോകുന്നുണ്ടായിരിക്കും, ആർക്കറിയാം. എന്തുവായാലും നമുക്ക് പൈസ ഒന്നും എടുത്തില്ലെന്നാ തോന്നുന്നത്. എല്ലാരും നമ്മുടെ മുന്നിൽ വന്നവരെ എല്ലാരും വിട്ടു കേട്ടോ. അപ്പുറത്ത് നല്ല കോടമഞ്ഞ കേട്ടോ. അപ്പുറത്ത് നല്ല ഈ ടോൾ പാസ്സായിട്ട് കുറച്ച് ബാക്കിലായിട്ട് നല്ല കോടമഞ്ഞാണ്. കോടമഞ്ഞ് ഇറങ്ങി നിൽക്കുക. ഇതാണ് ഇവിടുത്തെ ഇങ്ങോട്ട് വരുന്ന ടോൾ ബൂത്ത്. കോടമഞ്ഞ് ഇങ്ങനെ പോകുന്നത് കാണാം ഇല്ലയോ? പിന്നെ എങ്ങനെയുണ്ട് ഡ്രൈവിങ്? സൂപ്പർ സൂപ്പർ. നൂറേന്ന് പോകുമോന്നൊരു സംശയം, അതുകൊണ്ട് ഇങ്ങനെ നോക്കിയാ ഓടിക്കുന്നത്. നൂറേന്ന് പോയാലോ എന്നൊരു സംശയം, അതുകൊണ്ട് നോക്കിയാ ഓടിക്കുന്നതെന്ന്. അങ്ങനെ നമ്മളിപ്പോൾ മുംബൈ പൂനെ എക്സ്പ്രസ് ഹൈവേയിലാണ്. അപ്പോൾ വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് നിർത്തുവാൻ ആഗ്രഹിക്കുന്നത്. വരും ദിവസങ്ങളിൽ പൂനെയിൽ നിന്ന് മുംബൈയിലേക്ക് പോകുന്ന ഒരു ഫുൾ വീഡിയോ ഉണ്ടായിരിക്കും. ആ വീഡിയോ നിങ്ങൾ കാണാൻ മറക്കരുത്. അതുപോലെ വരും ദിവസങ്ങളിൽ ഞങ്ങളുടെ മുംബൈയിലെ യാത്രകളും ഇവിടുത്തെ വിശേഷങ്ങളും നമുക്ക് കാണാം. നിങ്ങൾ വീഡിയോ ഒന്നും മിസ് ചെയ്യരുത്. എല്ലാ വീഡിയോകളും കാണുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുവാൻ മറക്കരുത്. താങ്ക് യു. അങ്ങനെ ഞങ്ങൾ മുംബൈ എക്സ്പ്രസ് വേ കഴിഞ്ഞു. അടൽ സേതു വഴി മുംബൈക്ക് പോകുന്ന റോഡിലോട്ട് കയറിയിരിക്കുക. ഹലോ, എല്ലാവരും എന്താ പറയുന്നു? ബോംബെ വരെ എത്തിയല്ലോ. യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുവാൻ മറക്കരുതേ.